നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഈ നേരം അങ്ങയുടെ പരിശുദ്ധ വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പ്രവേശിക്കുവാൻ ഇടവരണമേ. അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് യോഗ്യത ഒന്നുമില്ല. നിന്റെ കരുണയിലും കൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. നീ ഞങ്ങൾക്ക് ചെയ്ത നന്മകൾ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്ന് ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾ ഞങ്ങളുടെ തിന്മകൾ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ അങ്ങ് വിളിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് തിരുവചനം കേൾപ്പാൻ തടസ്സമായി അവരിൽ നിലകൊള്ളുന്ന ദുഷ്ട അരൂപികൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശുവേ, ഈ സ്റ്റുഡിയോ ലോകരാജ്യങ്ങളിൽ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന സർവ്വജനത്തെയും അങ്ങയുടെ കുരിശിൻ ചൂടിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സ്പർശിക്കുന്ന നാഴികയായി ഇത് മാറണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തയ്ക്കായി തരുന്നു. ഇപ്രകാരം ആ വാക്യം വായിക്കുന്നു: വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വ്യത്യാസ തലങ്ങളിലാണ്. ചില വ്യക്തികൾ ഇപ്രകാരം പറയാറുണ്ട്: ഒരു പ്രശ്നം മാറി അങ്ങ് നിൽക്കുമ്പോൾ അടുത്തത് വരുന്നു. വിവിധ രീതിയിൽ, വിവിധ ഭാവത്തിൽ, വിവിധ രൂപത്തിൽ, വിവിധ സാഹചര്യങ്ങളിലായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നു. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ലാതെ പലവിധമായ പ്രശ്നങ്ങൾ, കുടുംബം, ജോലി, അങ്ങനെ ആരോഗ്യം, വിവിധങ്ങളായ പ്രയാസങ്ങൾ. നോക്കുക, ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ആഞ്ഞടിക്കുന്നതായ കൊടുങ്കാറ്റുകൾ, പ്രയാസങ്ങൾ, വേദനകൾ, അവിടെയെല്ലാം ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും അവിടെയെല്ലാം അതിനൊരു പരിഹാരമാണ് പൂർത്തീകരിക്കുന്ന യേശുക്രിസ്തു. സകലത്തെയും പൂർത്തീകരിച്ച യേശുക്രിസ്തു, സകലത്തിനും പൂർത്തി വരുത്തിയ കർത്താവായ യേശുക്രിസ്തു. കർത്താവ് ക്രൂശിലൂടെ, പിടാസഹനങ്ങളിലൂടെ, തന്റെ ജീവനെ യാഗമായി അർപ്പിച്ചതിലൂടെ സകല കുലത്തിനും, സകല ജാതിക്കും, സകല പ്രശ്നത്തിനും പരിഹാരം വരുത്തിയിരിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുക. ഇത് വിശ്വസിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. രണ്ടാമത്തത്, നമുക്ക് ആ പൂർത്തീകരിക്കപ്പെട്ട തലത്തിലേക്ക് നമ്മെ വളർത്തുവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ, വിശ്വാസത്തിന്റെ നായകനാണ് ക്രിസ്തു. നമ്മെ ഒരു ക്രിസ്ത്യൻ ലൈഫിലേക്ക്, ഒരു ഫെയ്ത്ത്ഫുൾ ലൈഫിലേക്ക് നമ്മെ അത് നിയന്ത്രിക്കുന്നു. അങ്ങനെ യേശു കർത്താവിനെ നോക്കുന്ന വ്യക്തികൾ രണ്ട് കാര്യങ്ങളിൽ സമ്പന്നരാകുന്നു. അവർ വിശ്വാസികളായി മാറുന്നു, വിശ്വാസ ജീവിതത്തിൽ വരുന്നു. രണ്ട്, അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും തുറകളിലും ഒരു വലിയ സംതൃപ്തി, ഒരു നിധി കണ്ടെത്തി
കണ്ടെത്തിയ ഫീൽ കിട്ടുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ശുശ്രൂഷയിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ അവർ കർത്താവിന്റെ വചനം കൊണ്ടും അങ്ങയിലുള്ള ആശ കൊണ്ടും അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ കിട്ടുന്ന വിശ്വാസ ജീവിതത്തെക്കുറിച്ചും കർത്താവ് കൊടുക്കുന്ന പൂർത്തീകരിക്കപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചും ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിച്ചു കൊടുത്തതിനും അവർക്ക് നൽകിയതിനുമായി നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കുരിശിലെ രക്തത്താൽ കഴുകുകയും ഞങ്ങളെ ആത്മസന്തോഷത്തിലേക്ക് ചേർക്കുകയും ഞങ്ങളിലുള്ള പൈശാചിക ബാധകൾ കർത്താവെ നീ അഴിച്ചു മാറ്റുകയും ഞങ്ങളുടെ രോഗങ്ങൾ നീ സൗഖ്യമാക്കുകയും ഞങ്ങളുടെ ജോലിയിടങ്ങൾ നീ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്റെ ആ ശബ്ദം അത് വന്ന് പതിക്കുകയും ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ചേർക്കപ്പെടട്ടെ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. 2 ശുശ്രൂഷകൾ നമുക്ക് ദിവസേനയുണ്ട്. പകൽ നേരത്തുള്ള 2 മണിയുടെ ഈ ചെറിയ പ്രാർത്ഥനായോഗം, വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗം. ഈ 2 ശുശ്രൂഷകളും ദൈവമക്കൾ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവിൽ വളരുവാൻ അത്യുന്നതൻ നമ്മെ പ്രബലപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സമ്പദവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. ആമീൻ.